അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ നമ്പറൊക്കെ തന്നിരുന്നു. ഈ നമ്പരൊക്കെ അതിൽ വാട്സപ്പിൽ കോൾ ചെയ്താലേ കിട്ടൂ. നോർമൽ കോളിൽ അത് വരില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പം ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞാൽ നിർത്തിയത്. ഇനി നമ്മളിത് ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിമിനൽ കുറ്റങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പം നമ്മൾ പലപ്പോഴും ടി വിയിലും റേഡിയോയിലുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ റേഡിയോ കേൾക്കാറില്ല. പിന്നെ ജസ്റ്റ് ന്യൂസ് മാത്രം കേട്ട് പോകുന്നൊരു സാഹചര്യം ഇപ്പോഴെൻ്റെ കേട്ടോ. വായന എന്ന് പറഞ്ഞാൽ അത് വായന തന്നെ. അങ്ങനെ വായിച്ച് കാണുന്നു, പത്രങ്ങളെല്ലാം വായിക്കും, അങ്ങനെ വായിച്ച് കാണുന്നു, കേട്ട് പോകുന്നു എന്നുള്ള രീതി. അപ്പം ഈ ക്രിമിനൽ കുറ്റം എങ്ങനെ ഉണ്ടാകുന്നു? മകൻ പൈസയ്ക്ക് വേണ്ടി കൊല്ലുന്നു, ATM കവർച്ച ഉണ്ടാവും. എന്താ കാര്യം? ചിന്തിച്ചിട്ടുണ്ടോ ഒരു വട്ടം? ഇനി പണ്ടും ATM ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടി വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ ഒരു വീക്ഷണത്തിൽ ഇത്രേ ഉള്ളൂ. കാരണം നമ്മുടെ ഈ മൊബൈല്, അതുപോലെ തന്നെ ലാപ്ടോപ്പ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നൊരു ഘടകമാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്കെല്ലാം കൈവെള്ളയിലാണ്. നമ്മൾ എന്ത് ചെയ്യണോ അതെല്ലാം കൈവെള്ളയ്ക്കകത്ത് തന്നെ കിട്ടാനുള്ള നമ്മുടെ കൈവെള്ളം വരാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ ചെറുപ്രായത്തിൽ കുട്ടികൾ കണ്ടു വളരുന്നത് എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ കുട്ടികൾ ജനിക്കുമ്പം കാണുന്നത് പശു, ആട്ടിൻകുട്ടി, അത് ജനിക്കുന്നു, അതിൻ്റെ പാല് കറക്കുന്നു, അതിനെ കൊണ്ട് നടക്കുന്നു, പട്ടി, കോഴി, ഇതൊക്കെയായിരുന്നു കണ്ടിരുന്നത്. ഇന്നിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ കരയാതിരിക്കാൻ വേണ്ടി അമ്മമാരെടുത്ത് കൊടുക്കുന്നത് മൊബൈലാണ്. അതിൽ കാണുന്ന ഓരോ വീഡിയോസ്, ഓരോ കാര്യങ്ങൾ മോശമാണെന്നല്ല പറയുന്നത്, ചെറുപ്രായത്തിൽ ബിഗിനിങ് സ്റ്റേജിൽ എന്ത് കാണണം, എന്ത് കണ്ടാൽ ശരിയാകുക എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അമ്മമാരാണ്. അവരുടെ ഓരോ സമയങ്ങളിലും അവർ കാണുന്നത് പുതുമയാണ്. ജനിച്ച് വീണ് അറിയുന്ന സമയങ്ങളിൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ നിമിഷവും അവർ കാണുന്ന പുതുമയാണ്. ഒരു വാക്ക് പഠിക്കുന്നത്, കാണുന്നവരെന്ന് മനസ്സിൽ വെച്ചിട്ട് ആ പിക്ചറിനെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പഠിക്കുന്നത്, അതെല്ലാം ആദ്യം കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ആ മൊബൈൽ കയ്യിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മൾ പിള്ളേരെ കാണിക്കുന്നു. ഇപ്പം എന്താ, ആ കാണുന്ന രീതി, അതില്ലാതാവാൻ പറ്റാത്തൊരവസ്ഥ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ബിഗിനിങ്. അതാണ് ഈ ബിഗിനിങ്ങിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തോ അതായിരിക്കില്ല കുട്ടികൾ കാണുന്നത്. പാടത്തോടു കൂടി നടക്കുന്ന പശുക്കിടാവിനെയാണ് കാണുന്നത് മക്കൾ, അല്ലല്ലോ. അതല്ല, പ്രണയിച്ച് നടക്കുന്ന സുന്ദരികളെയും സുന്ദരനെയും കാണുന്നു. ജീവിതം നമ്മുടെ ഫസ്റ്റ് മൈൻഡിൽ സൈക്കോളജിക്കലായിട്ട് എനിക്കറിയില്ല എങ്കിൽ പോലും ഞാൻ കേട്ട് പരിചയമുള്ളതിൽ, നമ്മൾ എന്ത് മനസ്സിൽ കരുതുന്നോ അതിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ വിഷൻ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഓൾറെഡി ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നൊരു ബലൂൺ പോലെയാണ്. എന്താണ് ബലൂണിൻ്റെ പ്രത്യേകത? നമ്മൾ കാറ്റ് നിറച്ചാൽ, സാധാ വായു നിറച്ചാൽ ബലൂൺ നിലത്തേ വീഴും. നൈട്രജൻ നിറച്ചാലോ ഉയർന്നു പൊങ്ങാനുള്ള ശക്തി ഉണ്ടാവും, ഇല്ലേ? അപ്പം നമ്മൾ എന്ത് നിറയ്ക്കുന്നു എന്നുള്ളതിനെ പറ്റി, അപ്പം നമ്മൾ എന്ത് കാണുന്നു, ആ വിഷൻ നമ്മുടെ മനസ്സിൽ, ആദ്യത്തെ ആ വിഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ ചിന്തയും നമ്മുടെ പോക്കും. അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ഈ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകത്തെ പറ്റിയാണ്, ഈ ക്രിമിനൽ മൈൻഡിനെ പറ്റിയാണ്. എന്തുകൊണ്ട് ക്രിമിനൽ മൈൻഡ് ആകുന്നു കുട്ടികൾ ക്രിമിനൽ മൈൻഡാകാൻ കാര്യം, അവർ വിരൽത്തുമ്പിലുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നില്ല, അധ്വാനിക്കാൻ തയ്യാറല്ല, അവർക്ക് അധ്വാനിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആ താല്പര്യമില്ലായ്മ അവരിൽ ആവശ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പൈസ ഉള്ളിലെത്താനുള്ള ഒരു തരം. അത് ചിലപ്പോൾ അമ്മയായിരിക്കാം, തലയണയ്ക്കടിയിൽ പൈസ വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മ, മുണ്ടിൻ്റെ മടിക്കുത്തിൽ അല്ലെങ്കിൽ അലമാരി പൈസ വെച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ,
ATMകളിൽ കുത്തി നിറച്ച പണമുള്ള സർക്കാർ. ഇതെല്ലാം അവരുടെ ഓരോ വീക്ഷണമാണ്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അടുത്തുള്ള ATMോ ചിന്തിക്കുക, ചിന്തിച്ചിട്ട് പറ. ഓക്കെ.